ഹലോ, അങ്ങനെ പരിമള ആൻഡ് കോ കാണാൻ വന്നതാണ്. പക്ഷെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 8 ടിക്കറ്റ് ഞാൻ തന്നെ എടുത്തു. പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഹലോ, അങ്ങനെ പടം കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. ഇതേപോലൊരു മൂഞ്ചിയ പടം. ദൃശ്യവും റോക്കറ്റ് റീറ്റെയിൽ ഉണ്ടായ ഒരു കുഞ്ഞാണ് നമ്മുടെ ഈ പരിമള ആൻഡ് കോ. ജയറാമേട്ടന്റെ സത്യം പറഞ്ഞാൽ വയ്യേ, എങ്ങനെയാണ് തെരഞ്ഞു പിടിച്ച് ഇതേപോലുള്ള ഊള റോൾസുകൾ കണ്ടുപിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പടം കാണാൻ പോയ ഒരേ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാമേട്ടനും ഉർവശി ചേച്ചിയുടെ ആ ഒരു എവർഗ്രീൻ കപ്പിൾ ഉണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും കാണുമെന്നാണ്. മിസ്കിനൊക്കെ എന്നതാ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ ജയറാമേന്റെ ഉർവശി ചേച്ചിയുടെ 2 പിള്ളേർ കാണിച്ചിട്ടുണ്ട്. അവര് 2 സത്യം പറഞ്ഞാൽ വലിച്ചു വാരി ഒട്ടിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് പാവ ഉർവശി ചേച്ചി കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിടത്ത് പോലും ചിരിക്കാൻ തോന്നില്ല കേട്ടോ. പിന്നെ വില്ലൻ ഉണ്ടല്ലോ, ലിയോയില് ചോക്ലേറ്റ് കാഫി, അവനും ഉണ്ട്. പടത്തിന്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും വെറും തല്ലിപ്പൊളി. മ്യൂസിക് പിന്നെ കേട്ടോണ്ടിരിക്കാം, പക്ഷെ പാട്ടുകളുണ്ട് 1-2 ആവശ്യമില്ലാതെ അവിടൊക്കെയോ കയറ്റി വെച്ചേക്കുവാണ് പാട്ടുകൾ. പാണ്ഡ്യരാജന്റെ അടുത്ത് എനിക്ക് ചോദിക്കുള്ളത്, എന്നാ പണി വെച്ചിരിക്കീങ്ക സാർ നിങ്ങൾ. ഈ പടത്തെ ഞാൻ 5-ൽ 1/2 മാർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതേപോലെ റിവ്യൂസ് ചെയ്യാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു.